ഹായ്, വെൽക്കം ബാക്ക് ടു രഞ്ജൂസ് കഫേ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ചിക്കൻ കട്ട്ലെറ്റ്സ് ആണ്. വളരെ ഈസി റെസിപ്പിയാണ്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കാണ്. നല്ല ക്രിസ്പായിട്ടായിരിക്കും ഔട്ട് സൈഡ് ഉണ്ടാവുക, ഇൻസൈഡ് നല്ല സോഫ്റ്റ് ആയിട്ടാണ്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കണം നോക്കാം. ഞാൻ ഇവിടെ 3 പൊട്ടാറ്റോ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 300 ഗ്രാം ചിക്കൻ്റെ ബ്രസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു അനിയൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പച്ചമുളക് ഒരു 5 എണ്ണം. പിന്നെ ജിഞ്ചർ കാ പീസ്, വെളുത്തുള്ളി ഒരു മുഴുവൻ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ആദ്യം നമ്മൾ ചിക്കൻ കുക്ക് ചെയ്യും. അതിനായിട്ട് ഒരു കുക്കറിൽ 1.5 കപ്പ് വെള്ളത്തിൽ ചിക്കൻ ഇടുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ പെപ്പർ പൗഡർ, ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി വയ്ക്കുക. എന്നിട്ട് മൂടി വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു 3 വിസിൽ വരുത്തിക്കുക. എന്നിട്ട് ഞാൻ ഇവിടെ ചോപ്പറിൽ എടുത്തേക്കുക. ചോപ്പറിൽ കുക്ക് ചെയ്ത ചിക്കൻ വെച്ചിട്ട് ചോപ്പ് ചെയ്തെടുക്കുമ്പോൾ ഷ്രെഡഡ് ആയിരിക്കണം. നിങ്ങൾക്ക് വേണേൽ മിക്സിയിൽ പൾസ് മോഡിൽ ഇട്ടിട്ട് ഒന്ന് അടിച്ചിട്ടെടുക്കാം. അധികം തീരെ ഇതാവരുത്. ചിലർ മിൻസും ചെയ്യുന്ന കാണാം, നിങ്ങളുടെ ഇഷ്ടം പോലെ. ഇനി നമ്മൾ ഒരു പാൻ എടുക്കും. ആ പാൻ ചൂടായി വരുമ്പം എണ്ണ ഒഴിക്കും. പിന്നെ നമ്മൾ വെളുത്തുള്ളി അതിലേക്ക് ഇടും. പിന്നെ ഇഞ്ചി അതിലേക്ക് ഇടും. പിന്നെ പച്ചമുളക്. ഇത് 3 നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക, പച്ചമണം മാറുന്ന വരെ. നമുക്ക് പച്ചമുളക് വേണേൽ കൂടുതൽ ആഡ് ചെയ്യാം, എരിവിനനുസരിച്ച്. അപ്പോൾ അത് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി സവാള ആഡ് ചെയ്യുക. എന്നിട്ട് അതും മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഷ്രെഡ് ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ അതിലേക്ക് ഇടുക. എന്നിട്ട് ഒന്ന് സോട്ട് ചെയ്യുക ഒരു 10 മിനിറ്റ്. എന്നിട്ട് പിന്നെ 1 ടീസ്പൂൺ ഗരം മസാല അതിലേക്ക് ഇടുക. എന്നിട്ട് വീണ്ടും സോട്ട് ചെയ്യുക ഒരു 5 മിനിറ്റ്. ഇനി നമ്മൾ പുഴുങ്ങി വെച്ചേക്കുന്ന പൊട്ടാറ്റോ അതിലേക്ക് ഓരോന്നായിട്ട് ഇടും. മാഷ് ചെയ്ത് വേണം ഇടാൻ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് അവസാനം നിങ്ങൾക്ക് ചെക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ കുറച്ചും കൂടെ ഉപ്പിടാം. നിങ്ങൾക്ക് എത്രയാണോ ഉപ്പ് വേണ്ട, ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചും കൂടെ ഉപ്പ് ചേർത്തിട്ട് വയ്ക്കാം. നമുക്ക് എന്നിട്ട് വീണ്ടും ഞാൻ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. തീ ഓഫാക്കി വയ്ക്കാം. നമ്മൾ കുറച്ച് മല്ലിച്ചപ്പ് അവസാനമായിട്ട് ഇടും. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മൾ റോൾ ചെയ്തിട്ടെടുക്കും. ഓരോ ഉരുളകളായിട്ട് റോൾ ചെയ്തെടുക്കുക. എന്നിട്ട് കൈയിൻ്റെ വിരലുകൊണ്ടൊന്ന് ഇത് അമർത്തുക, ഫ്ലാറ്റാക്കുക. എന്നിട്ട് ആദ്യം എഗ് വാഷ് ചെയ്യും. എന്നിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കും. ഇത്രേ ഉള്ളൂ. അങ്ങനെ ഓരോന്ന് ആയിട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഒരു 30 മിനിറ്റ് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാം, ഒന്ന് സെറ്റാകാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഫ്രീസറിൽ ഒരു 30 മിനിറ്റ് വെക്കുക ഫ്രൈ ചെയ്യുന്നതിന് മുന്നേ. നമുക്ക് ആവശ്യമുള്ളപ്പം ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് ഫ്രൈ ചെയ്യാം. അപ്പോൾ 30 മിനിറ്റ് ഞാൻ ഫ്രീസറിൽ വെച്ചിട്ട് എടുക്കുന്നത്. എന്നിട്ട് ഇപ്പം ഞാൻ ഫ്രൈ ചെയ്യുക. ഒരു പാനിൽ എണ്ണ ചൂടാക്കി, നിങ്ങൾക്ക് വേണേൽ ഷാലോ ഫ്രൈ ചെയ്യാം. ഓരോന്ന് 5 മിനിറ്റ് വീതം ഓരോ സൈഡ് കുക്ക് ചെയ്തെടുക്കുക, നല്ല ബ്രൗൺ കളറാവുന്ന വരെ. അപ്പോൾ നമ്മുടെ കട്ട്ലറ്റ് റെഡിയായി. ഇനി ഓരോന്ന് മാറ്റി വയ്ക്കാം. നല്ല ക്രിസ്പാണ് കട്ട്ലറ്റ്. സൈഡ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കട്ട്ലറ്റ്സ് ആണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല റെസിപ്പിയാണ്. പ്ലീസ് ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.
അപ്പോൾ ഈ ഈവനിങ് സ്നാക്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.